അങ്ങനെ ഫൈനലി നമ്മുടെ ഇനാഗുറേഷൻ ഡേ ഇങ്ങ് വന്നു. അപ്പോൾ രാവിലെ തന്നെ നല്ല ഒരുങ്ങി സെറ്റായിട്ട്, രാവിലെ അല്ല കേട്ടോ, ഉച്ചയായിരുന്നു. അങ്ങനെ സെറ്റായിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ താലം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമായിരുന്നു ഇനാഗുറേഷന് വേണ്ടിയിട്ട്. പൂവൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ റിസപ്ഷൻ ഏരിയ ആണിത്, പുതിയ ബ്ലോക്കിൻ്റെ. അങ്ങനെ അവിടെ വെച്ച് നമ്മളെല്ലാവരും കൂടെ, നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റിയാണ് കേട്ടോ. അങ്ങനെ ഞാനും സ്നേഹയും കിട്ടിയ അവസരമല്ലേ കുറച്ച് സെൽഫീസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റിയുടെ സാരി ആയിരുന്നു, നല്ല അടിപൊളി പീക്കോക്ക് ബ്ലൂ ആൻഡ് പേർപ്പിൾ വന്നിട്ടുള്ളൊരു കളറായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് സിംഗിൾ ഫോട്ടോസ് കൂടെ ആവാമെന്ന് കരുതി അങ്ങനെ എൻ്റെയും 1-2 ഫോട്ടോസ് എടുത്തു. പിന്നെ ആസിഫായിട്ടൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ എങ്ങനെ, അങ്ങനെ അതും എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ അറൈവ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേജിൽ പ്രസംഗമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിൽ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും കുറച്ച് ഫോട്ടോസായി. പിന്നീട് നമ്മുടെ ഇതാണ് കേട്ടോ ഫ്യൂഷൻ ഡാൻസിൻ്റെ ഗ്രൂപ്പ്. പിന്നീട് ഡാൻസായിരുന്നു. അങ്ങനെ ഫ്യൂഷൻ ഡാൻസിന് ശേഷം നമ്മുടെ ഒരു റെട്രോ പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും ചോക്ലേറ്റ് സാരിയൊക്കെ ഒപ്പിച്ച് അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ആ പെർഫോമൻസും അടിപൊളിയായിരുന്നു. പ്രോഗ്രാമിന് ഏറ്റവും ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ റിട്രോ ഡാൻസ്. അതിനുശേഷം നമ്മളെല്ലാവരുടെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ആകെ ക്ഷീണിച്ച് വലിഞ്ഞു. അങ്ങനെ ഞാനും ലെറ്റി ചേച്ചി ഇങ്ങോട്ട് ഓടിപ്പോയി ഒരു സോഡ ലൈം കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. ഹോസ്പിറ്റലൊക്കെ ഫുള്ള് ലൈറ്റ് ഇട്ട് സെറ്റായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ പിന്നാലെ ഞാൻ ഇടാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചോക്ലേറ്റ് സാരി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ടാറ്റാ, ബൈ.